students, welcome back to Bosco Campus Vision. In the previous sessions, we were discussing about the different types of economic systems. So with this session, we are moving on to the next topic, that is the different forms of business organizations. So in this session, we will look into the basic meaning and the various forms of business organizations. So a business means an organization that supplies goods and services to people who want them. It is referred to as an industrial, commercial and financial activity performed by a person or an enterprise in pursuit of monetary gains. സോ ബേസിക്കലി ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനാണ്. ആൾക്കാർക്ക് അവരുടെ ആവശ്യം അനുസരിച്ചുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യുന്ന ഒരു ടിപ്പിക്കൽ ഓർഗനൈസേഷനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. സോ ഈ ബിസിനസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ആവാം, കൊമേഴ്ഷ്യൽ ആവാം, ഫിനാൻഷ്യൽ ആവാം. ഏത് തന്നെ ആക്ടിവിറ്റി ആണെങ്കിലും ഇത് പെർഫോം ചെയ്യുന്നത് ഒരു പേഴ്സണോ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസ് ആയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നത്? ഇൻ റിട്ടേൺ ഓഫ് മോണിറ്ററി ഗെയിൻസ്. അതിൽ നിന്നും മോണിറ്ററി ഗെയിൻസ്, അതായത് പ്രോഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് ഓരോ ആക്ടിവിറ്റീസും ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസ് പെർഫോം ചെയ്യുന്നത്. സോ ബിസിനസ് മീൻസ് ആൻ ഓർഗനൈസേഷൻ ദാറ്റ് സപ്ലൈസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു പീപ്പിൾ ഹു വാണ്ട് ദം. ഇറ്റ് ഈസ് റെഫേർഡ് ടു ആസ് ഇൻഡസ്ട്രിയൽ, കൊമേഴ്ഷ്യൽ ആൻഡ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് performed by a person or an enterprise in pursuit of monetary gains. ബിസിനസ് എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ആ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ആവാം, കൊമേഴ്ഷ്യൽ ആവാം, ഫിനാൻഷ്യൽ ആവാം. ഇൻ റിട്ടേൺ മോണിറ്ററി ഗെയിൻസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടുമെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിൽ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസ് ആണ് ഈ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്നത്. ആൻഡ് എ ബിസിനസ് ക്യാൻ ബി ഓർഗനൈസ്ഡ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. സോ ഈ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഫോമിലല്ല പ്രിവെയിൽ ചെയ്യുന്നത്. ഇറ്റ് എക്സിസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. സം ഓഫ് ദ കോമൺലി സീൻ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് ആർ ഇൻഡിവിജ്വൽ ബിസിനസ്, ഓർഗനൈസ്ഡ് എൻറ്റിറ്റീസ്, കോർപ്പറേറ്റ് ബിസിനസ്, ഫാമിലി ബിസിനസ്, ബിസിനസ് ഫോർ പ്രോഫിറ്റ് ആൻഡ് ബിസിനസ് നോട്ട് ഫോർ പ്രോഫിറ്റ്. സോ മോസ്റ്റ് കോമൺലി കണ്ടുവരുന്ന ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് ആണ് ഇൻഡിവിജ്വൽ ബിസിനസ്, ഓർഗനൈസ്ഡ് എൻറ്റിറ്റീസ്, കോർപ്പറേറ്റ് ബിസിനസ്, ഫാമിലി ബിസിനസ്, business for profit and business not for profit. So we will look into each of these forms one by one in detail. First one is individual business. It is a form of business organization which is established and owned by a single person. The business has no separate existence from the individual who owns it. The owner is personally liable for all the debts of the business. Sole proprietorship is an example for individual business. സോ ഒരു സിംഗിൾ പേഴ്സൺ ഓൺ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും തരത്തിലുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ബിസിനസ് എന്ന് പറയുന്നത്. സോ ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഓണറിൻ്റെ കൺട്രോളിൽ വരാത്ത ഒരു തരത്തിലുള്ള സ്പെഷ്യൽ അല്ലെങ്കിൽ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഒന്നും തന്നെ ആ ബിസിനസ്സിന് ഉണ്ടാവില്ല. ദാറ്റ് എൻ്റർപ്രൈസ് ഇസ് ഫുള്ളി ഓൺഡ്, മാനേജ് ആൻഡ് കൺട്രോൾഡ് ബൈ ദാറ്റ് സിംഗിൾ ഇൻഡിവിജ്വൽ. സോ സിംഗിൾ മാനേജ്മെൻറ്റും കൺട്രോളും ആയതുകൊണ്ട് തന്നെ ആ ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ഡെപ്സും ലയബിലിറ്റീസും ഇതിനെല്ലാം പേഴ്സണലി ലയബിൾ ആവുന്നത് ആ ഒരു ഇൻഡിവിജ്വൽ മാത്രമായിരിക്കും. ദ ഓണർ ഈസ് പേഴ്സണലി ലയബിൾ ഫോർ ഓൾ ദ ഡെപ്സ് ഓഫ് ദ ബിസിനസ്. സോ പ്രോഫിറ്റ് ആണെങ്കിൽ അത് ആർക്കും വീതിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ആ ഇൻഡിവിജ്വലിന് മാത്രമായിട്ട് എടുക്കാം. അതുപോലെ തന്നെ ലോസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ വേറെ ആർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, സ്വന്തം ലയബിലിറ്റി ആയിട്ട് തന്നെ അത് കണക്കാക്കണം. സോ സോൾ പ്രൊപ്രൈറ്റർഷിപ്പാണ് ഇൻഡിവിജ്വൽ ബിസിനസ്സിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. So individual business is a form of business organization which is established and owned by a single person and it has no separate existence from the individual who owns it. So this is all about individual business. Next is organized business. Organized business is a systematically arranged business having certainly clearly specified objectives, structure and functions. സോ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സും സ്ട്രക്ചറും ഫങ്ഷൻസും ഉള്ള, അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ്സിനെയാണ് നമ്മൾ ഓർഗനൈസ്ഡ് ബിസിനസ് എന്ന് പറയുന്നത്. ദർ ഇസ് സിസ്റ്റമാറ്റിക് പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഇൻ ആൻ ഓർഗനൈസ്ഡ് ബിസിനസ്. സോ ഈ ഒരു ബിസിനസ്സിലെ എല്ലാ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഫുള്ളി ഓർഗനൈസ്ഡ് ആണ്, ഫോമൽ ആണ്, സിസ്റ്റമാറ്റിക് ആണ്. സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും തന്നെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷൻസ് ആണ്. Everything in an organized business, such as men, machines and materials, are logically arranged. സോ ഒബ്ജക്റ്റീവ്സും സ്ട്രക്ചറും ഫങ്ഷനിങ് മാത്രമല്ല വെൽ സ്പെസിഫൈഡ് ആയിട്ട് പോകുന്നത്, ആ ഒരു ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, അതാണ്
മെൻസ് ആണെങ്കിലും മെഷീൻസ് ആണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും അതെല്ലാം പ്രോപ്പർലി ആൻഡ് ലോജിക്കലി അറേഞ്ച്ഡ് ആണ്. സോ ഒബ്ജക്റ്റീവ്സും സ്ട്രക്ചേഴ്സും ഫങ്ഷനിങ്ങുമൊക്കെ ക്ലിയർലി സ്പെസിഫൈ ചെയ്ത് സിസ്റ്റമാറ്റിക് പ്ലാനിങ്ങിലും അതുപോലെ തന്നെ പ്രോപ്പർ ഡിസിഷൻ മേക്കിങ്ങിലൂടെയും ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനാണ് നമ്മൾ ഓർഗനൈസ്ഡ് ബിസിനസ് എന്ന് പറയുന്നത്. Next is family business. A family business is a business in which one or more members of one or more families have a major share in the ownership. They have considerable interest towards the overall well-being of the business. സോ ഒരു ഫാമിലിയിൽ തന്നെയുള്ള പല മെമ്പേഴ്സ് അല്ലെങ്കിൽ പല ഫാമിലീസ് ഉള്ള കുറച്ച് മെമ്പേഴ്സിന് കളക്റ്റീവായിട്ടുള്ള ഓണർഷിപ്പ് ഉള്ള ഒരു ബിസിനസ്സിനെയാണ് നമ്മൾ ഫാമിലി ബിസിനസ് എന്ന് പറയുന്നത്. സോ ആദിത്യ ബിർള ഗ്രൂപ്പ്, ടൊയോട്ട മോട്ടോർ കോർപ്പറേഷൻ ഇതൊക്കെ എന്ന് പറയുന്നത് ഫാമിലി ബിസിനസ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. സോ ഒരു ഫാമിലിക്കുള്ളിൽ തന്നെയുള്ള കുറച്ച് പേര് അല്ലെങ്കിൽ 1-2 ഫാമിലീസ് ചേർന്നിട്ടുള്ള കുറച്ച് പേര് ചേർന്ന് ഫോം ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് ഫാമിലി ബിസിനസ് എന്ന് പറയുന്നത്. ഈ ഫാമിലിയിലുള്ള എല്ലാവർക്കും തന്നെ ഈ ഒരു ബിസിനസ്സിൻ്റെ വെൽബീയിങ്ങിൽ കൺസിഡറബിൾ ഇൻട്രസ്റ്റ് ആണ് ഉള്ളത്. മെനി ബിസിനസ്സസ് ദാറ്റ് ആർ ഗ്രോൺ ആസ് പബ്ലിക് കമ്പനീസ് വെയർ ഫാമിലി ബിസിനസ്സസ്. സോ ഇപ്പോൾ പബ്ലിക് കമ്പനീസ് ആയിട്ടുള്ള പല ബിസിനസ്സസും പണ്ട് ഫാമിലി ബിസിനസ്സസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദിത്യ ബിർള ഗ്രൂപ്പ്, ടൊയോട്ട മോട്ടോർ കോർപ്പറേഷൻ ഇതെല്ലാം തന്നെ ഫാമിലി ബിസിനസ്സിൻ്റെ മേജർ എക്സാമ്പിൾസ് ആണ്. സോ ഈ ഒരു ബിസിനസ്സിൽ നിന്നും പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അതെല്ലാം തന്നെ ഈ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഈക്വലി ഷെയർ ചെയ്യുന്നതായിരിക്കും. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയൊക്കെ ഫാമിലി ബിസിനസ്സിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. സോ അവിടുത്തെ മെയിൻ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും കർത്ത എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അതായത് ആ ഫാമിലിയിലെ ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള പേഴ്സണെയാണ് നമ്മൾ കർത്ത എന്ന് പറയുന്നത്. സോ കർത്തയായിരിക്കും ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത്. So a family business is a business in which one or more members of one or more families have a major share in the ownership and they have considerable interest towards the overall well-being of the business. That is all about the basic meaning of family business. So in this session we discussed the basic meaning and concept of business organization and the first 3 major forms of business organization, that is individual business, organized business and family business. Hope all are clear with the topics. Thank you.